റിജി ലൂക്കോസ്, ഇന്ന് ജയരാജൻ ഫേസ്ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത്, അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലങ്ങളിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിഷിദ്ധമാണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജനൻ ടി വിക്ക് അത് അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതാണോ അതിൻ്റെ വസ്തുത? നോക്കൂ, അദ്ദേഹം പറയുന്നു, ഞാൻ ദർശനത്തിന് പോയതല്ല, ഇത് വെറും സന്ദർശനമാണെന്നാണ് പറഞ്ഞത്. ദർശനവും സന്ദർശനവും രണ്ടാണ് എന്നൊക്കെ പറയുന്നു. നോക്കൂ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അങ്ങനെ അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അത് കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഒരിക്കലും അമ്പലത്തിൽ പോകില്ല, അല്ലേ? അപ്പോൾ ആ കാപട്യം അല്ലേ മനസ്സിലാക്കേണ്ടത്? ജയരാജനെ പോലെയുള്ള സഖാക്കന്മാർ ഇനി ക്ഷേത്രങ്ങളിലേക്ക് വരട്ടെ, മാറട്ടെ, കേരളം മാറട്ടെ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ മാറുമെന്നാണ് കരുതുന്നത്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ എന്തിനാണ് ഈ കാപട്യം? ഇപ്പോഴും ഈ കാപട്യത്തിൻ്റെ മുഖംമൂടിയായിട്ട് എന്തിനാണ് ഇവർ മുന്നോട്ട് പോകുന്നത്? അനിൽ നമ്പ്യാർ, ബഹുമാനപ്പെട്ട പി ജയരാജൻ ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം സന്ദർശിക്കുകയും ഭാര്യാസമേതനായി അവിടെ അദ്ദേഹം കുറേ നേരം ചെലവഴിക്കുകയും ചെയ്തിരുന്ന ഒരു തെറ്റുമില്ല. പക്ഷേ സംഭവിച്ചെന്താണ്? ജനൻ ടിവിയുടെ ക്യാമറമാൻ അത് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്തി ലോകത്തോട് അറിയിച്ചു. അതിലെന്താ തെറ്റിരിക്കുന്നത്? കാരണം അത് ക്യാമറ നിശ്ചിതമായിട്ടൊരു സ്ഥലമല്ല, അതിന് പ്രവേശിക്കാത്തൊരു സ്ഥലമാണ്. പി ജയരാജൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, മുൻ MLA ആണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അത് പകർത്തുക എന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ്റെ ക്യാമറമാൻ്റെ ചുമതലയാണ്. അവരത് ജനൻ ടി വിയിലുള്ള ലോകത്തിന് മുമ്പിൽ എത്തിച്ചു. അതിനുശേഷം കേരളത്തിലെ മറ്റ് ചാനലുകളും അത് കാണിച്ചു. പക്ഷേ ഇളിഫിനായ പി ജയരാജൻ ജനങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഖാക്കളുടെ മുമ്പിൽ പിന്നെ എന്താ പറയുക, തൻ്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഫേസ്ബുക്കിലെ വരികൾ മുഴുവൻ ഞാൻ 2 തവണ വായിച്ചതാണ്. അങ്ങേയറ്റ അപഹാസ്യമായിപ്പോയി. അദ്ദേഹത്തിന് ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ മേലേ. തന്നെ അദ്ദേഹം ചെയ്ത് വേറൊരു കാര്യം, അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ക്ഷേത്രഭാരവാഹികളോട് പറഞ്ഞു, ഞാനിവിടെ സന്ദർശിക്കുന്ന കാര്യം ആരെ അറിയിക്കരുന്ന്. അതെന്താ? ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പോകണോ? രഹസ്യ സംഘത്തിൽ ഒളിച്ചിരിക്കുന്ന ആളാണോ ദൈവം? അതെ, ഇവരെ പോലുള്ള VIP-കൾക്ക് മാത്രം പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കൊണ്ട് രഹസ്യ അറകളിലൂടെ പോയി കാണുന്നതാണ് ദൈവങ്ങളെന്ന് പറയുന്നത്. ദൈവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ വിസിബിളായിട്ടുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ എന്തിനാ അദ്ദേഹം എങ്ങനെ പറഞ്ഞേ? പുറത്തിറങ്ങിയാൽ അത് നാണക്കേടാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുള്ള വിശ്വാസം അദ്ദേഹം അവിടെ പോയി. പിന്നീട് വന്ന വാചകങ്ങളാണ് സത്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ മെഴുകിപ്പോയത്. എന്താ അദ്ദേഹം പറഞ്ഞത്? സനാതനികളെക്കുറിച്ചുള്ള പിന്നെ ഹിന്ദുക്കളെക്കുറിച്ചുള്ള പുസ്തകം എഴുതുവാണ്, അത് ഈ മാസം പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞത് ചിന്താ പബ്ലിക്കേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിവ്യൂ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അതിൻ്റെ പിന്നെ പ്രിൻറ്റിങ് സ്റ്റേജിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ മാസം ഇനിയിപ്പോൾ ആണ്ട് പിന്നെ 10-20 ദിവസം അപ്പോൾ അവിടെ എല്ലാം ഇദ്ദേഹം താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദിയാണെന്നുള്ള മാർക്സിൻ്റെ സങ്കല്പങ്ങൾ അത് താൻ വ്യതിചലിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൻ്റെ നാണക്കേട് കൊണ്ടാണ് പി ജയരാജൻ ഇന്ന് ആ മെഴുകൽ പ്രക്രിയ നടത്തിയത്. ഈ ഭൗതികാത്മക വൈരുദ്ധ്യവാദം എന്ന് പറയുന്നതിനകത്ത് എന്താ അതിൻ്റെ മീനിങ്? എന്താ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ അർത്ഥം പലതവണ പിന്നെ നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇന്നു വരെ മലയാളം അറിയാവുന്ന ആർക്കും ആ ഭാഷ മനസ്സിലായിട്ടില്ല. അതായത് നേരിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുക, ആ തൊട്ടറിയാവുന്നതും വിശ്വസിക്കുക, മറ്റൊന്നും വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞത്. ഈശ്വര സങ്കല്പം എന്ന് പറയുന്ന വിശ്വാസം അത് ആത്മീയതയുടെ തലങ്ങളാണ്, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്, അത് നേരിൽ കാണുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അങ്ങനെയുള്ള നിരീശ്വരവാദം ഈശ്വരവിശ്വാസത്തിനെതിരായി പറഞ്ഞിരിക്കുന്ന മാർക്സിസ്റ്റ് സങ്കല്പത്തിൻ്റെ കേരളത്തിലെ കൊടിക്കൂറ മാറുന്ന ഒരു സമന്വയ നേതാവ് ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അത് താൻ വിശ്വാസത്തിൻ്റെ പേരിലല്ല എന്നും താൻ പുസ്തകം എഴുതുന്നതിന് മുന്നോടി മാത്രമാണെന്നും കള്ളി വെളിച്ചത്തിലായപ്പോൾ പറഞ്ഞതാണ് അങ്ങേയറ്റ നാണക്കേടായിപ്പോയത്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു പുതുമയില്ല. കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിശ്വാസിയാണ്, ഒരു ക്ഷേത്രവിശ്വാസിയാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പിന്നെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം അയ്യപ്പ പിന്നെ മഹാത്മ്യം ലോകത്തോടെ അറിയിക്കാൻ വേണ്ടി നടത്തിയ ഒരു തീവെട്ടിക്കൊള്ളയുടെ ചരിത്രമുള്ള ഈ പറഞ്ഞ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമത്തിൽ അവിടെ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ, ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പറഞ്ഞു പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തനാന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മോള് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി ഈ മധുര കോൺഗ്രസ് നടക്കുന്നതിനിടയ്ക്ക് ഊളിയിട്ടുകൊണ്ട് പിന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ വീഡിയോസ് ചെയ്ത് പുറത്തു വന്നു. എന്തിനധികം സാക്ഷാൽ BN വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി ഈ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വെച്ച് പിണറായി വിജയൻ്റെ സാന്നിധ്യം നടന്നൊരു പൊതുയോഗത്തിൽ വെച്ച് പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഈശ്വര തുല്യനാണ്, എന്നെ അങ്ങനെ വിശേഷിപ്പിക്കരുതെന്ന് ഈ പിണറായി വിജയൻ ആ സ്റ്റേജിൽ പറഞ്ഞില്ല. അതിന് മുമ്പ് ഞാനും ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റേജിലല്ല, വേദി കാണികളുടെ കൂട്ടത്തിൽ.
കാരണം ഞാനതൊരു കടുത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. എനിക്കും അറപ്പ് തോന്നി. ഇദ്ദേഹം നിഷേധിച്ചില്ല. അല്ലേ പിന്നെ വി എൻ വാസവൻ അങ്ങനെ പറഞ്ഞ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ അങ്ങനെ അല്ലെന്ന് പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. കാരണം ഹീസ് എ കമ്മ്യൂണിസ്റ്റ്. അവിടാണ് ഇവർ പറയുന്നത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയും മകനും പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി പൂമൂടൽ നടത്തിയില്ലേ? അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ മറച്ചും ഒളിച്ചും പിന്നെ മുഖംമൂടി ധരിച്ചുമാണ് ഇവർ വിശ്വാസത്തിന് വേണ്ടി ദർശനങ്ങൾക്ക് വേണ്ടി പോകുന്നത്. ഇവരിതിനങ്ങനെ പോകുന്നത്? ഇവർക്ക് നേരെയൊക്കെ പോയാൽ പോലെ ഏതെങ്കിലും ഒരാൾ തടയുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് ഒഴിച്ചുള്ള മറ്റാർക്ക് പ്രവേശനമില്ല. അത് നമ്മളങ്ങ് ആചരിക്കണം. ഇപ്പോൾ എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്ഷേത്ര സങ്കല്പങ്ങൾ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നപ്പോഴും ആ ക്ഷേത്ര സങ്കല്പത്തിനോട് അതിൻ്റെ കൊത്തുപണികളോടും അതിൻ്റെ പൗരാണികപരമായിട്ട് സ്കൾപ്ചേഴ്സിനോടൊക്കെ അസാധ്യമായ ഒരു സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ലേബാക്ഷിയിൽ പോയി. ആന്ധ്ര കർണാടക ബോർഡറിലുള്ള അത്ഭുതമാണ് ലേബാക്ഷി ക്ഷേത്രം. നിങ്ങൾ ഈ പ്രേക്ഷകർ ആരെങ്കിലും കാണുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോകണം. അത്ഭുതകരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ ക്ഷേത്രത്തിൻ്റെ. ലേബാക്ഷി എന്ന് പറഞ്ഞ് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളത്. അതൊക്കെ കാണുക എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മനോഹാരിത, നമ്മുടെ വിശ്വാസത്തിനൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ അക്കാലത്ത് ഈ സങ്കല്പങ്ങളെല്ലാം കൊത്തുപണിയിലൂടെ നിർമ്മിച്ച അതിൻ്റെ ആചാര്യന്മാരെയും 150-200 ടൺ ഭാരമുള്ള തൂണുകളൊക്കെ പിടിച്ചു വെച്ച ആ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകും. ക്ഷേത്രമെന്ന് പറയുന്ന ഒരു വിശ്വാസം മാത്രമല്ല, അതിന് ആരോഗ്യവുമായിട്ട് വളരെ ബന്ധമുള്ള സംഭവമാണത്. അവിടെ പി ജയരാജൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈശ്വരവിശ്വാസം നമ്മൾ സ്വാഗതം ചെയ്യുക. പക്ഷെ പി ജയരാജനെ എന്തിനാണ് ജനൻ ടി വിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ഇളിഭ്യരായി. ഇനി ഒന്നുകൂടെ പറയാം, ഇവിടെ എന്താണ് ശരിക്കും ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വിശ്വാസികളായിട്ടുള്ള ഇപ്പോൾ ശബരിമല വരുന്ന ഉദാഹരണം പറയാം. ശബരിമല വിഷയത്തിൽ അനേക ചർച്ചകൾ നമ്മളൊന്നിച്ചിരുന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള പിന്നെ ഉത്തരവ് 5 അംഗ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ചാടി ഇറങ്ങി അവിടെ ഈ രഹ്ന ഫാത്തിമയെ പോലെയുള്ള സ്ത്രീകളെ പറ്റിയ പാതിരാത്രി അവിടെ കയറ്റി ഒരു വലിയ വിശ്വാസ സമൂഹത്തിനെ അപമാനിക്കാൻ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയനാ. പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അത് കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോൾ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് എന്താ? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് എന്താ? അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല, ആചാരങ്ങൾ സംരക്ഷിക്കണം. അപ്പൊ ഇരട്ടത്താപ്പാണ് ഇവരുടെ നയം. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ വിസിബിളായിട്ട് ഇവർ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ്? അല്ല പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരെ, ഒറ്റ ചോദ്യം, ആഗോള അയ്യപ്പ സംഗമം ഇവരെന്തിനാണ് സംഘടിപ്പിച്ചത്? ആഗോള അയ്യപ്പ സംഘടിപ്പിച്ചെന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിട്ട് എവിടെയെങ്കിലും 4 വോട്ട് കിട്ടുമെന്നുള്ളതും. സത്യത്തിൽ ഈ ആഗോള ശബരിമല സ്ത്രീ ധർമ്മശാസ്താവിനെ അപമാനിച്ചതിലും അധിക്ഷേപിച്ചതിലും ലോകത്തിന് മുമ്പിൽ ആ ക്ഷേത്രത്തിൻ്റെ പടിവാതിൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പട്ടാപ്പകൽ തട്ടിപ്പ് നടത്തിയ ഇവർ ആ ക്ഷീണം മാറ്റാനായിട്ട് ധർമ്മശാസ്താവിനെ വീണ്ടും അവഹേളിക്കുമായിരുന്നു. ആ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM പോരുന്നതിന് മുമ്പാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാനന്ന് ഈ പറയുന്ന ശബരിമല കൊള്ളക്കാരെ ജയിലിലിടണം എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി ഞാൻ തന്നെ ഒരു ചർച്ചയിൽ. കാരണം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് വിലപിക്കുന്നത്. ഞാൻ പോയതൊരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. പി ജയരാജനെ പോലെ കറ കൈകളിലുള്ള 2 കേസുകളിൽ ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം അതായത് ഇപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കുന്നത്, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെല്ലാം ഉണ്ടല്ലോ, അവിടെ നിന്നൊന്നും അടിച്ചു ഇല്ലല്ലോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പി ജയരാജന്റെ ദർശനത്തിനല്ല സന്ദർശനത്തിന് ശേഷം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദേവിയുടെ വസ്തുവകളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ. അത് വല്ലോ അടിച്ചോണ്ട് പോയോ? അല്ല പട്ടാപ്പകൽ ഒരു ലോകം ആദരിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യഭൂമിയായ നാനാജാതി മനസ്സരെ വിശ്വസിക്കുന്ന മതേതരത്തിൻ്റെ ഏറ്റവും വലിയ സംഘഭൂമിയായ നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ആ വിഗ്രഹം ഒഴിച്ച് ബാക്കിയല്ല പട്ടാപ്പകൽ കൊള്ളയടിച്ചുകൊണ്ട് പോയവരെ വസ്തു സംശയിക്കണം. ഞാനെന്തായാലും പി ജയരാജൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. മനുഷ്യർ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അവരുടെ മനസ്സിലെ വേദനകളാണ് അവർ വെക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ അനിൽ നമ്പ്യാരെ, ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ മകൻ വിവേകും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചുകൂടെ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, മോസ്റ്റ് വെൽക്കം, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോട് പറയുന്നു ഇത് പിന്നെ രഹസ്യമായിട്ട് വെക്കണം. എന്നിട്ട് അതും അവിടെയും ജനൻ ടി വിയുടെ ലോക്കൽ റിപ്പോർട്ടർ ഇത് പിന്നെ ഫോട്ടോയിൽ ക്യാമറയിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കരണത്തടിച്ച് ഉപദ്രവിക്കുമായിരുന്നു. ആ ദർശനം കൊണ്ട് ഇന്നലെ പറയുന്നത് പിണറായി വിജയൻ അറിയാതെ കണ്ട് ഈ മകൻ അവിടെ ക്ഷേത്ര ദർശനം നടത്തുമോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ.
ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ അത് ജനം അറിഞ്ഞു. അതെ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിയാതെ കണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ മകനും കുടുംബത്തിനും ക്ഷേത്രം നടത്താൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇവര് സത്യത്തിൽ ഒരേ സമയം പിന്നെ ഒരു വള്ളത്തിലും അതേസമയം മറ്റൊരു വെള്ളത്തിൽ ഒരു കാലം ഒന്നുക. ഈ കാപട്യമാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇവർ നേരെ പേര് വരട്ടെ. എനിക്കറിയാമല്ലോ എത്രയോ ക്ഷേത്രങ്ങളിൽ ഭാരവാഹികളായിട്ടിരിക്കുന്ന CPM-കാരെ ഞാൻ അവരോട് പലരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയണം അവർ വിശ്വാസ ഒന്നിനും ഒരു മറുപടി വരണം. കമ്മ്യൂണിസം എന്ന് പറയുന്ന മാർക്സ് എഴുതി വെച്ച മാർക്സിസത്തിൽ നിരീശ്വരവാദമാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈശ്വര വിശ്വാസം ഇല്ല എന്നും പിന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് ഇതിൻ്റെ അടിത്തറയെന്നും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഈ വിശ്വാസ രീതിയിൽ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഇവർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന ഇവരെ വിശ്വസിക്കുന്ന സഖാക്കളെ വിഡ്ഢികളാക്കുമല്ലേ? പി ജയരാജൻ ഇവിടുത്തെ ജനങ്ങളെ അവരെ വിശ്വസിക്കുന്നവരെ മണ്ടന്മാരാക്കുമല്ലേ? എന്നിട്ട് പുറത്തിറങ്ങി വരും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതും അതാ പറഞ്ഞത്. ഇവരുടെ കാപട്യവും കപടനാട്യവും അഴിഞ്ഞ് താഴെ വീണിരിക്കുന്നു. ഇവരെ കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിച്ചിരിക്കുന്നു. ആ ശിക്ഷയുടെ പ്രതിഫലനമാണ് ഇന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ പി ജയരാജൻ്റെ മെഴുകലും. അദ്ദേഹം പിന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി അദ്ദേഹത്തിന് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ശത്രു സംസ്കാര പൂജയൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. അത് സബ്ജക്റ്റ് കറക്ഷൻ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അദ്ദേഹം നടത്തിക്കോട്ടെ. പൂമൂടൽ അങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടു. ചുവന്ന പട്ടം കൊണ്ടാ വന്നു പറഞ്ഞു. പിന്നെ എന്തിനാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അടുത്ത് വന്ന് പൂജ നടത്തി ഭക്തിപൂർവ്വം സന്ദർശിച്ചിട്ട് ഞാൻ അതിന് വന്നല്ല ഇതിന് വന്ന പുസ്തകം എഴുതാൻ വന്നതെന്നൊക്കെ പറഞ്ഞാൽ പി ജയരാജൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവശേഷിക്കുന്ന അണികൾ പോലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. നിങ്ങളെപ്പോലുള്ള കുറേ ഈ പറയുന്ന ഭക്തി മനസ്സിൽ വെച്ച് മുഖം മറച്ച് പാതിരാത്രിക്ക് പോയി ഭക്തി പ്രകടിപ്പിക്കുന്ന നിങ്ങളെപ്പോലെ കപടരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് സത്യത്തിൽ ഈ പാവപ്പെട്ട അണികളെപ്പോലും നാണം കെടുത്തുന്നത്. ഇന്നിപ്പോൾ നാട്ടിൽ മുഴുവൻ ഒരു സംസാരമാണ്. ഇതേ ഏത് രീതിയിലാണ് പറയണം? ഞാൻ ചോദിക്കട്ടെ, 10 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു പുസ്തകത്തിലേക്ക് ഒരു വസ്തു കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് 10 ദിവസം മതിയോ? ഒരു റിവ്യൂ ഉണ്ട്. അത് ഏതെങ്കിലും ഒരാളായിരിക്കും ചെയ്തിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അച്ചടി ഏതാണ്ട് പൂർത്തിയാക്കുന്ന വരുന്ന ഒരു പുസ്തകം അദ്ദേഹം പരിഭ്രാന്തിയിൽ പറഞ്ഞത് ഈ മാസം പുറത്തിറക്കുക എന്നുള്ളത്. ആലോചിച്ചിരുന്നെങ്കിൽ കള്ളത്തരാ മനസ്സിലുള്ളത്. ആലോചിച്ചിരുന്നെങ്കിൽ ഏതായാലും 10-15 ദിവസം കൊണ്ട് ഇത് പറക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ. എന്നാൽ ഒരു 2 മാസം കൊണ്ട് കൂട്ടി പറയാമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. എന്താ കാരണം? അത് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ശക്തി ഉണ്ടായിരുന്നു. അവരതിനെക്കുറിച്ച് ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറത്തു പിടിപ്പിച്ചതാ. ഇതാണ് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. ഇത് റിലവൻ്റ് ആയിട്ടുള്ളൊരു ആശയമല്ല. ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവസാനം മരിച്ചതാണ്. സാക്ഷാൽ കാറൽ മാർക്സാ. ഇവന്മാർ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എന്ന കാലത്ത് തന്നെ മനുഷ്യനെ കൊന്നുതല്ലുകയും അതിൻ്റെ പേരിൽ സുഖജീവിതം നയിച്ച ഏകാധിപത്യത്തിലേക്ക് കടക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ് എന്ന് പറയേണ്ട ഗതികേട് വന്ന ഒരാചാര്യൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ ആധുനിക പരിഷ്കൃത ലോകത്തിൽ കേരളത്തിലെ ജനങ്ങളെപ്പോലും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഇനിയും കണ്ണുകെട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പി ജയരാജൻ കാണിച്ചത്. ഒരു കാര്യം പറയുന്നു, കണ്ണൂർ പോലും ഇനി ഇവർക്കൊരു സഖാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പൂമുടൽ നടത്തുകയോ ശത്രു സംഹാരം നടത്തുകയോ ചെയ്യണം. കാരണം അവിടെ പോലും ഒന്നുമില്ലാതായിരിക്കുന്നു. എനിക്ക് ഒരു സംശയം കൂടെ പറഞ്ഞിട്ട് ആദ്യത്തെ ഇത് ഞാൻ നിർത്താം. എനിക്ക് തോന്നുന്നു പി ജയരാജൻ ഇപ്പോൾ ഈ പാർട്ടിയിൽ ഒന്നുമല്ല. അദ്ദേഹം ഏതാണ്ടൊരു വോയിസ് ഓഫ് ഡിസെൻ്റാണ്. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനോ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണോ അവിടെ നടന്നെന്നുള്ള ഒരു ക്ഷേത്രഭാരി വേണമെന്ന് പുറത്തുവിട്ട ഉപകാരമായിരിക്കുന്നത് ചർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പറയും. ഓക്കെ.